20ാം നൂറ്റാണ്ടിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ലോകം 20ാം നൂറ്റാണ്ടില്. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏത് സെഞ്ചുറിയിലാണ്? 21st സെഞ്ചുറിയിലാണ് അല്ലെ? നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് 21st സെഞ്ചുറിയുടെ പ്രത്യേകതകൾ അറിയോ? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, 21st സെഞ്ചുറി നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഈ സെഞ്ചുറിയുടെ പ്രത്യേകതകൾ എന്തെങ്കിലും അറിയോ? അറിയാവോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. കൊറോണ. ഓക്കെ. പിന്നെ ശരിക്കും പറയുകയാല് ഈ 21st സെഞ്ചുറിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രത്യേകതയാണ് എന്ത്? നമ്മുടെ ഈ എന്താ പറയാ ടെക്നോളജിയുടെ ഡെവലപ്പായി അല്ലെ? ഇന്റർനെറ്റ് യുഗമല്ലേ ഇത്? ഇപ്പൊ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഓൺലൈനിലാണല്ലേ, ഷോപ്പിംഗ് നടത്തുന്നത് ഓൺലൈനിലാണല്ലേ. അപ്പൊ അത് നമുക്ക് എന്താണ് 21st സെഞ്ചുറിയുടെ ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് എന്ത് പറയാം? ഈ ഒരു ഇന്റർനെറ്റ് യുഗം അല്ലെ, മൊത്തം ഒരു എന്താ പറയാ ഇന്റർനെറ്റ് എന്താ പറയാ ഇന്റർനെറ്റിന്റെ ആധിപത്യത്തിലോട്ട് പോകുന്ന ഒരു കാലഘട്ടമല്ലേ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ, കോൺഫറൻസ് ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, ഷോപ്പിംഗ് ആയിക്കോട്ടെ, എന്തും നമുക്ക് എന്താണ് നമ്മളെ ഫിംഗർ ടിപ്പിൽ കിട്ടുന്ന ഒരു സമയമല്ലേ ഇപ്പോ, അല്ലേ? നിങ്ങളൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കൂലേ? ചെയ്യുന്നുണ്ടാവില്ലേ ഓൺലൈൻ ആയിട്ട് എല്ലാ കാര്യങ്ങളും? നമ്മളിപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ ആയിട്ടാണല്ലേ. ഒരുപാട് സ്ഥലത്തുള്ള അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണാതെ എന്താ പറയാ ലൈവായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്താണ് വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ട ഷോപ്പിംഗ്, നമുക്ക് ഡ്രസ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും പേയ്മെന്റ് നമ്മൾ ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ 21st സെഞ്ചുറിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് 20th സെഞ്ചുറിയെ കുറിച്ചിട്ടാണ്. 20ാം നൂറ്റാണ്ടിലെ ലോകത്തിന്റെ പ്രത്യേകത എന്തെങ്കിലും അറിയോ? എന്താണ് 20ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് അറിയോ? കാര്യങ്ങൾ അറിയോ 20ാം നൂറ്റാണ്ടിൽ? അറിയാവോ? വാർ കേട്ടിട്ടില്ലേ? ഒന്നാം ലോകം, രണ്ടാം ലോകം, ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, നാസിസം, ഫാസിസം, ഹിറ്റ്ലർ, മുസോളിനി, നോൺ അലൈൻമെന്റ് അതായത് ചേരിചേരാ പ്രസ്ഥാനം, പിന്നെ USSR വരുന്നത്, USSRന്റെ ഡിക്ലൈൻ, പതനം, പിന്നെന്താണ് അമേരിക്ക എന്താ പറയാ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ തിരിച്ചുവരവ്, ഇതൊക്കെ സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ 20th സെഞ്ചുറിയിലാണ്. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതും ഇത് തന്നെയാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിന്റെ റീസൺസ്, അതിന്റെ ഇമ്പാക്ട്, അതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ എന്തുകൊണ്ടുണ്ടായി, എങ്ങനെ ഉണ്ടായി, അതിന്റെ കാരണങ്ങൾ എന്താണ്, പിന്നെ നാസിസം, ഫാസിസം, അതുപോലെ തന്നെ എന്താണ് ഈ കോൾഡ് വാർ, ശീതസമരം കേട്ടിട്ടില്ലേ? അതേപോലെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനം. പിന്നെ ലാസ്റ്റ് പഠിക്കാനുള്ളത് ഈ യുദ്ധം ബാക്കി വെച്ചതിന്റെ സമാധാന സന്ധികൾ. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? അപ്പൊ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിന്റെ അതായത് നമ്മൾ 20th സെഞ്ചുറി പറയുന്നതിന് മുമ്പേ ആയിട്ട് അത് 20th സെഞ്ചുറിയിലേക്ക് കടക്കുന്ന ആ ഒരു സമയം തൊട്ടിട്ട് പറയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യവസായ വിപ്ലവം. വ്യവസായ വിപ്ലവം അതായത് വ്യവസായ വിപ്ലവം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഐഡിയ എന്താണ്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വ്യവസായ വിപ്ലവം എന്ന് കാണുമ്പോ അല്ലെങ്കിൽ കേൾക്കുമ്പോ എന്ത് തോന്നുന്നു? എന്തായിരിക്കും ഈ വ്യവസായ വിപ്ലവം? ഒരു ഐഡിയ ഉണ്ടാവല്ലോ. ആ പറഞ്ഞോ. നമ്മളെ വസ്ത്രങ്ങള്, സാധനങ്ങളൊക്കെ വിൽക്കുന്ന അങ്ങനത്തെ. ഓക്കെ, അത് നമുക്ക് അങ്ങനെയും പറയാം. അതായത് വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് മെഷീൻസും അതേപോലെ തന്നെ യന്ത്രങ്ങളില്ലേ, യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. അതെവിടെ ഉണ്ടാക്കുക? ഫാക്ടറികളിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി വന്ന ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വ്യവസായ വിപ്ലവം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നതിന് മുമ്പേ എങ്ങനെയായിരുന്നു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാല്
ഓരോ വീടുകളില് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഏതെങ്കിലും ചില വ്യക്തികള് അവരുടെ കൈകൊണ്ട് ഹാൻഡിക്രാഫ്റ്റ് ആയിട്ട്, അതായത് കരകൗശലമായിട്ട് സ്വന്തം കൈകൊണ്ട് ചെയ്യുന്ന ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. എന്താവശ്യം, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉൽപ്പന്നങ്ങൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നും മാറി 18ാം നൂറ്റാണ്ടോടുകൂടി ഇംഗ്ലണ്ടിൽ എന്ത് സംഭവിച്ചു? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു, അതായത് വ്യവസായ വിപ്ലവം നടന്നു. അപ്പൊ വ്യവസായ വിപ്ലവം നടന്നപ്പോ ഈ എങ്ങനെയാണ് ഈ ഫാക്ടറികൾ ഉണ്ടായി. ഫാക്ടറികളിൽ ഒരുപാട് യന്ത്രങ്ങൾ വന്നു. ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാക്കാൻ തുടങ്ങി? ഉൽപ്പന്നങ്ങൾ, അതായത് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതും അതേപോലെ തന്നെ വ്യവസായശാലകൾ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവൂലേ? എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും? ഒരുപാട് വ്യത്യാസം ഉണ്ടാവൂലേ? യന്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരുപാട് എന്താ പറയാ, നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എല്ലാം തമ്മിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. ചിലപ്പോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും അല്ലെ? എല്ലാം ഒരേപോലെ ആയിരിക്കോ? മാറ്റം ഉണ്ടാവും. പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ ഒരു കാര്യം പ്രധാനപ്പെട്ട പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മൾ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റില് കരകൗശലമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ഇത്ര ലിമിറ്റ് ഉണ്ടാവും, ഇത്രയേ പറ്റൂ എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടാവും. പക്ഷെ മെഷീൻസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഒരുപാട് പ്രൊഡക്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമല്ലേ? ഒരു ദിവസം ഇത്ര എന്നുള്ളത്, അതായത് മെഷീൻസ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും അല്ലെ? ഉൽപ്പന്നങ്ങൾ ഇൻക്രീസ് ചെയ്യൂലേ? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യൂലേ മെഷീൻ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ? പിന്നെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അധ്വാനം അല്ലെ, അതായത് കൈകൊണ്ടാവുമ്പോൾ നമ്മൾ ഒരുപാട് മെനക്കെടേണ്ടി വരും അല്ലെ? മെഷീൻസ് ആവുമ്പോൾ നമ്മൾ അതിനൊന്ന് കറക്കി കൊടുക്കുക, ചിലപ്പോൾ സ്വിച്ച് ഇടുക. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പൊ എല്ലാത്തിനും മെഷീൻസ് അല്ലേ, അരക്കാൻ ഗ്രൈൻഡർ അല്ലെ, അലക്കാൻ വാഷിംഗ് മെഷീന്. അപ്പൊ ഇതേപോലെ എന്താണ് നമുക്ക് അതുകൊണ്ട് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് ഒരുപാട് അധ്വാനം ലാഭമാണ് അല്ലെ? നമുക്ക് അധികം മെനക്കെടേണ്ട ആവശ്യമില്ല, അതൊക്കെ മെഷീൻ ചെയ്തോളും. ജസ്റ്റ് നമ്മളൊന്ന് മെഷീൻസിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ എന്താണ് അധ്വാനവും ലാഭമാണ് മെഷീൻസ് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോ അല്ലെ? ശരിയല്ലേ? അപ്പോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഹാപ്പൻഡ് ഇൻ ദ ഫാക്ടറി വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. അതായത് ഒരുപാട് പ്രൊഡക്ഷൻ എവിടെ സംഭവിച്ചു? ഈ ഫാക്ടറികളിൽ സംഭവിച്ചു. എങ്ങനെയാ സംഭവിക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. മെഷീൻസിന്റെ ഉപയോഗം കൊണ്ട് എന്ത് സംഭവിച്ചു? ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങി. അതാണ് 18ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ സംഭവിച്ചത്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ്, അതിൽ നിന്ന് ഇങ്ങനെ അവിടെ തുടങ്ങിയിട്ടാണ് പിന്നെ എങ്ങനെ ലാസ്റ്റ് നമ്മുടെ 1ാം ലോകത്തിൽ വരെ ഈ ഒരു വ്യവസായ വിപ്ലവം ആരംഭിച്ചതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എങ്ങനെ 1ാം ലോക മഹായുദ്ധത്തിലോട്ട് എത്തി എന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഒരു 1ാം ലോക മഹായുദ്ധത്തിന്റെ മുന്നോടിയായിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഇംഗ്ലണ്ടിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായപ്പോ, അതായത് നിലവിൽ ഇതുവരെ അവിടെ എന്തായിരുന്നു കരകൗശലമായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളായപ്പോ നല്ല ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്, നല്ല എന്താ പറയാ, നല്ല നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയണെങ്കിൽ നല്ല മൊഞ്ചുള്ള പാങ്ങുള്ള നല്ല അടിപൊളി സാധനം കിട്ടുകയാണ് ആൾക്കാർക്ക്. അതുവരെ എന്തായിരുന്നു അത്ര മൊഞ്ചൊന്നും ഇല്ലാതെ എന്നാൽ തീരെ കുഴപ്പമില്ല ഒപ്പിക്കാം എന്ന് പറയുന്ന പോലത്തെ സാധനങ്ങളാണ് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ട് ഫാക്ടറികളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ആൾക്കാരുടെ ഡിമാൻഡ് അധികരിച്ചു, അതായത് എല്ലാവരും വാങ്ങാൻ തുടങ്ങി. അപ്പൊ ഈ വാങ്ങുന്നത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫാക്ടറികളിൽ മുതലാളിമാർ, അതായത് മുതലാളിമാരുടെ, അതായത് പാവപ്പെട്ടവർക്ക് ഫാക്ടറി ഒക്കെ തുടങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എപ്പോഴും പണക്കാർക്കാണ് ഇതൊക്കെ നടക്കുള്ളൂ. ഒരു ഫാക്ടറി തുടങ്ങാനും അവിടെ കുറെ മെഷീൻസ് വാങ്ങിയിടാനും. മെഷീൻസ് ഫാക്ടറി മാത്രം ഉണ്ടായാൽ മാത്രം മതിയോ? അതും പോരാ, എന്ത് കൂടെ വേണം? അവിടെ വേണ്ടി വരുന്ന അസംസ്കൃത വസ്തുക്കൾ അല്ലെ, എന്ത് പ്രൊഡക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കൾ കൂടെ വേണം. ഇപ്പൊ മൺപാത്രമാണ് ഉണ്ടാക്കുന്നെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സോയിൽ വേണം അല്ലെ? എല്ലാ മണ്ണുകൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല? മൺപാത്രം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിനാവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു, അതായത് റോ മെറ്റീരിയൽസ് വേണം.
അപ്പൊ അതേപോലെ തന്നെ ഈ ഫാക്ടറികൾ നിയന്ത്രിച്ചു പോന്നിരുന്നത് വലിയ വലിയ മുതലാളിമാരായിരുന്നു. കാരണം അവരെ കൊണ്ടേ പറ്റുള്ളൂ. കാരണം അവിടെ ഒരുപാട് എന്ത് വേണം, മെഷീൻസ് കൊണ്ടെത്തിക്കണം, റോ മെറ്റീരിയൽസ് കൊണ്ടെത്തിക്കണം, പിന്നെ എന്താണ്, ലാബേഴ്സ് അല്ലേ, അവിടെ തൊഴിലാളികൾ വേണ്ടേ ഈ മെഷീൻസിനെ സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ സോയില്, അതായത് അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരാനും ഇതിൽ ഇട്ട് കൊടുക്കാനും, പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റ് അതിൻ്റെതായ രീതിയിൽ പാക്കിങ്ങും അതൊക്കെ സെയിലിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തൊഴിലാളികളുടെയും ആവശ്യമുണ്ടായിരുന്നു. അവർക്കൊക്കെ വേതനം കൊടുക്കണം. അപ്പൊ ഇതൊന്നും സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് നടക്കുന്ന പരിപാടിയല്ല. ഇതൊക്കെ നടത്തിക്കൊണ്ട് പോയത് ആരാണ്? മുതലാളിമാരാണ്. അപ്പൊ അവരെ നമ്മൾ എന്ത് വിളിക്കും? ക്യാപിറ്റലിസ്റ്റ്. എന്താ വിളിക്കുന്നത്? ക്യാപിറ്റലിസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ക്യാപിറ്റലിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇല്ല. കേട്ടിട്ടില്ലേ? ക്യാപിറ്റലിസം ഇതുവരെ കേട്ടിട്ടില്ല? ഓക്കെ, സാരില്ല. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ കഴിഞ്ഞ വർഷം ഓൺലൈൻ ക്ലാസ്സിലായിരിക്കില്ല, കഴിഞ്ഞ വർഷം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുറവായിരിക്കില്ല, വിക്ടേഴ്സിലൊക്കെ ആയതുകൊണ്ട് കഷ്ടങ്ങളാണ്. നമ്മുടെ കൊറോണ ഒക്കെ വന്നതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഓൺലൈൻ ആയിട്ട് മാത്രമേ നമ്മൾ ക്ലാസ് ഒക്കെ കേൾക്കുന്നുള്ളൂ അല്ലെ. ചിലപ്പോ നിങ്ങൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ് ആയതുകൊണ്ട് എക്സാം ഒന്നും ഇല്ലാന്ന് അറിഞ്ഞതുകൊണ്ട് അത്രത്തോളം പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താണ്? മുതലാളിത്തം. ക്യാപിറ്റലിസം എന്താണ്? മുതലാളിത്തം. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടി ഈ മുതലാളിമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻ തുടങ്ങി. അതായത് ഒരാള് ഇത്ര പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വേറൊരു ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള അല്ലെ വേറൊരു മുതലാളി എന്ത് ചെയ്യും? അയാളുടെ ഫാക്ടറിയിൽ അതിനെക്കാട്ടിലും കൂടുതൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്തു? ഇവരുടെ എയിം എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, ലാഭം ഉണ്ടാക്കുക. അവരെക്കാട്ടിൽ ഒരാൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഇത്ര ലാഭം കിട്ടിയെന്ന് അറിയുമ്പോൾ അതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് കിട്ടണം എന്നുള്ള ഒരു വാശിയിൽ എന്തുണ്ടാക്കാണ്? ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ തുടങ്ങി. ആര് തമ്മിലാ മത്സരിക്കുന്നത്? ക്യാപിറ്റലിസ്റ്റേഴ്സ്, അതായത് മുതലാളിമാര് തമ്മിലുള്ള ഒരു മത്സരത്തിന് എന്ത് വഴിയൊരുക്കി? ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വഴിയൊരുക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ക്യാപിറ്റലിസ്റ്റേഴ്സിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക, അതായത് ലാഭം വർദ്ധിപ്പിക്കുക. എങ്ങനെയെങ്കിലും ലാഭം ഉണ്ടാക്കുക ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഒരു ദിവസം ഒരു ഫാക്ടറിയിൽ 100 എണ്ണം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് ഇവയാൾ എന്ത് ചെയ്യും? 1000 ഉണ്ടാക്കും. അതിനെക്കാട്ടിലും കൂടുതൽ വേറൊരാൾ ഉണ്ടാക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു നാട്ടിൽ എന്ത് സംഭവിക്കുന്നത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ലോണം ആൾക്കാരെ കിട്ടുന്നുണ്ട്, നല്ലോണം കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, സാധനം എത്ര ഉണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, എന്തുണ്ടാകുന്നത്? സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവർക്ക് നല്ലോണം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അത്രയൊന്നും മുതൽ മുടക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ മുതലാളിമാർ തമ്മിൽ നല്ലോണം മത്സരിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സമയമായപ്പോ എന്ത് സംഭവിച്ചു? പിന്നെ ആൾക്കാരെ കിട്ടാതായി. കാരണം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പോട്ടറി മൺപാത്രത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എല്ലാ വീടുകളും മൺപാത്രം വാങ്ങിയെന്ന് വിചാരിക്കാം. അപ്പൊ വാങ്ങിയ സാധനം തന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ വാങ്ങിക്കില്ലല്ലോ. എന്തെങ്കിലും വെറൈറ്റി അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റൈൽസിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളടുത്ത് ഓൾറെഡി ഉള്ള ഷർട്ടോ അല്ലെ ഓൾറെഡി ഉള്ള ചുരിദാറോ അല്ലെ സെയിം കളറോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നത് ഇതിന്റെ വേറെ കളർ ഉണ്ടോ, അല്ലെ ഈ കളറിൽ വേറെ ഡിസൈൻ ഉണ്ടോ, ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കാറ്. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആണ് വേണ്ടത് അല്ലെ. അല്ലാതെ സെയിം സാധനം തന്നെ എപ്പോഴും നമ്മളിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുവോ? വെറൈറ്റി അല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കാം അല്ലെ. അതെ. അപ്പൊ അതേപോലെ തന്നെയാണ് അവിടെയും സംഭവിച്ചത്. എന്താണ്, പിന്നെ ആദ്യം അത് നല്ല രീതിയിൽ സെയിൽ ചെയ്ത് പോയി. പിന്നെ ഇവരിങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫാക്ടറികളിൽ. പക്ഷെ അത് സെയിലിംഗ് നടക്കുന്നില്ല. അപ്പൊ സംഭവിച്ചു, ഈ ഫാക്ടറികളിൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടാൻ തുടങ്ങി. മുതലാളിമാരെന്തായി ആകെ പെട്ടുകിടക്കുകയാണ്. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് എന്ത് സംഭവിച്ചു? ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടാണ്, സെയിൽ ചെയ്ത് പോകുന്നില്ല. അപ്പൊ ഇവർക്ക് എന്ത് വേണം? ഒരു മാർക്കറ്റ് വേണ്ടേ? ഇത് വിറ്റഴിക്കാൻ ഒരു മാർക്കറ്റ് വേണ്ടേ? അല്ലാതെ ലാഭം കിട്ടൂലല്ലോ. ഇവരിങ്ങനെ വെച്ചതിനെ കൊണ്ട് കുറെ കാലം വെച്ച് കഴിഞ്ഞാൽ കേടായി പോവുകയും ചെയ്യും, സാധനങ്ങൾ ചീത്തയായി പോവുമല്ലോ. അപ്പൊ അവർക്ക് എന്ത് വേണം? ഒരു മാർക്കറ്റ് വേണമായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ ലക്ഷ്യം എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നാണ് ലക്ഷ്യം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് മെഷീൻ മെയ്ഡ് ആയിട്ടാണ് അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആര് വേണം? ലാബേഴ്സ് വേണം അല്ലെ. മനുഷ്യന്മാര് വേണം, ആൾക്കാർ വേണം, തൊഴിലാളികൾ വേണം. ഈ മെഷീൻസിനൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാനും അതിനൊക്കെ എന്താണ്
തൊഴിലാളികൾ വേണം. എല്ലാ മെഷീൻ തന്നെ ചെയ്യോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ്, തൊഴിലാളികളെ ഈ ഫാക്ടറികളിൽ എന്ത് വേണം? തൊഴിലാളികൾ വേണം. അപ്പൊ ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പൊ നമ്മുടെ വീട്ടില് ഒരു ലോഡ് മെഷീൻ കല്ല് ഇറക്കി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ മലയാളികളെയാണോ ബംഗാളികളെയാണോ അത് കൊണ്ടുവിടാൻ വിളിക്കുക? ബംഗാളികളെ. എന്തുകൊണ്ടാണ് ബംഗാളികളെ വിളിക്കുന്നത്? അത് നമ്മളെ പൈസ കുറയ്ക്കാൻ. പൈസ കുറവാണ്. പിന്നെന്താണ്, അവർക്ക് സ്പീഡും കൂടുതലല്ലേ, പെട്ടെന്ന് കഴിക്കൂലേ? മലയാളികളാണെങ്കിൽ ഒന്ന് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് സമയം അവർക്ക് റെസ്റ്റ് എടുക്കണമായിരിക്കും, അല്ലെങ്കിൽ വേറൊരാൾ പൊക്കിക്കൊടുക്കാൻ വേണമായിരിക്കും. ബംഗാളികളാണെങ്കിൽ എന്താണ്, എല്ലാ കാര്യങ്ങളും അവരെന്നെ ചെയ്തോളും അല്ലെ, അവരെന്നെ ചെയ്തോളും. അവർക്ക് അത്രമാത്രമേ ചെലവ് എന്താ പറയാ പൈസ കൊടുക്കേണ്ടുള്ളൂ, കൂലി കൊടുക്കേണ്ടതുള്ളൂ, ഒക്കെ ലാഭമാണല്ലേ. അപ്പൊ നമ്മുടെ ലാഭം നോക്കല്ലേ, നമുക്ക് ഏതാണ് മുതലാവുക, മലയാളികളെ വിളിച്ചാലാണോ അല്ലെ ബംഗാളികളെ വിളിച്ചാലാണോ മുതലാവാൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബംഗാളികളെ സെലക്ട് ചെയ്യും അല്ലെ. അതേപോലെ തന്നെയാണ് ഈ മുതലാളിമാരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഈ ക്യാപിറ്റലിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ലക്ഷ്യം എന്തായിരുന്നു? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഏറ്റവും ചീപ്പ് റേറ്റിന് പണിയെടുക്കുന്ന ആൾക്കാരെ, അല്ലെ ഏറ്റവും ചീപ്പ് റേറ്റിന് പണിയെടുക്കുന്ന തൊഴിലാളികളെയാണ് അവരെവിടെ നിർത്തിക്കുന്നത്? ഈ ഫാക്ടറികളിൽ നിർത്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ ഒരുപാട് ആൾക്കാർക്ക് പണി നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു. കാരണം ഓൾറെഡി വ്യവസായ വിപ്ലവം വന്നത് ഒരുപാട് ആൾക്കാർക്ക് പണി നഷ്ടപ്പെടുന്നുണ്ട്. കാരണം അതുവരെ കൈകൊണ്ട് ഉണ്ടാക്കിയിരുന്ന ഉൽപ്പന്നം ഇപ്പൊ മെഷീനാണ് ചെയ്യുന്നത്. അപ്പൊ മെഷീൻ ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് എന്ത് ചെയ്യും? ജോലി നഷ്ടപ്പെടും. മെഷീനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാർ മാത്രം മതി. അപ്പൊ ആ കുറച്ച് ആൾക്കാരനെ ഏറ്റവും ചീപ്പ് റേറ്റിന് പണിയെടുക്കുന്ന ആൾക്കാരെയാണ് ആര് സെലക്ട് ചെയ്യുന്നത്? ഈ ക്യാപിറ്റലിസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ ഇവരെന്താണ്, ആരെയാ സെലക്ട് ചെയ്യുന്നത്? ഈ ഏറ്റവും ചീപ്പ് റേറ്റിന് പണിയെടുക്കുന്ന ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ട് എടുക്കാണ്. ഇവരാണെങ്കിൽ എന്ത് ചെയ്യാണ്? ഏറ്റവും ചീപ്പ് റേറ്റിന് വേണ്ടി പണിയെടുക്കുന്നത്. അപ്പൊ ഈ തൊഴിലാളികൾ എന്ത് സംഭവിച്ചു? അവരൊരു സംഘടന രൂപീകരിക്കാൻ തുടങ്ങി. എന്തിനാ സംഘടന രൂപീകരിക്കുന്നത്? ഈ ക്യാപിറ്റലിസ്റ്റിന്റെ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെ, ഈ ക്യാപിറ്റലിസ്റ്റേഴ്സ് അവരെന്ത് ചെയ്യാണ്? ചൂഷണം ചെയ്യാണ് അല്ലെ. അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യാണ്. ചിലപ്പോ അവർ വേതനം കൊടുക്കില്ല, അവർക്ക് വേജസ് കൊടുക്കില്ല. ചിലപ്പോ എന്തെയും 2-3 ദിവസം എന്തെയും വേജ് കൊടുക്കാതെ പണിയെടുപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്തു? ഇവരെല്ലാരും കൂടെ, അതായത് തൊഴിലാളികൾ എല്ലാരും കൂടെ സംഘടിക്കാൻ തുടങ്ങി. ആർക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാനാണ്? ഈ ക്യാപിറ്റലിസ്റ്റേഴ്സിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? സംഘടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രഗിൾസ്, ഇതിലൂടെയൊക്കെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയിട്ട് ഇവരെന്ത് ചെയ്തു? ഇവരുടെ വേതനം അല്ലെങ്കിൽ ഇവരുടെ വേജസ് എന്ത് ചെയ്തു? വർദ്ധിപ്പിച്ചു. അപ്പൊ ആർക്ക് നഷ്ടം വരാൻ തുടങ്ങും? ആർക്ക് നഷ്ടം വരാൻ തുടങ്ങും? മുതലാളിമാർക്ക് അല്ലെ, ക്യാപിറ്റലിസ്റ്റേഴ്സിന് നഷ്ടം വരാൻ തുടങ്ങും. അപ്പൊ ഓൾറെഡി ഇവർക്ക് എന്താണ്, നിങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കുകയാണ്, സെയിൽ ചെയ്യാൻ മാർക്കറ്റ് ഇല്ല. ഇപ്പൊ എന്തും കൂടെ സംഭവിക്കാണ്? ഈ തൊഴിലാളികളെയും കുറഞ്ഞ ചെലവിന് പണിയെടുക്കാൻ തൊഴിലാളികളെയും കിട്ടാനായി. അപ്പൊ രണ്ടാവശ്യമാണ് ഇവർക്ക് ഇപ്പൊ ഉള്ളത്. ഒന്ന് എന്താണ്? ചീപ്പ് റേറ്റിന് പണിയെടുക്കുന്ന തൊഴിലാളികളെ വേണം. ഈ പ്രോഡക്റ്റ് ഒക്കെ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റും കൂടെ വേണം. പിന്നെന്താണ്? ഈ നാട്ടിൽ എന്തുകൊണ്ടാണ് ഇത്, അല്ലെ ഇവരുടെ സ്വന്തം രാജ്യത്ത് എന്തുകൊണ്ടാണ് ഇത് സെയിൽ ചെയ്ത് പോവാത്തത്? സെയിം സാധനം തന്നെ ആയതുകൊണ്ടാണ്. കാരണം അവരുടെ അടുത്തൊക്കെ ഈ പ്രോഡക്റ്റ് ഉണ്ട്, അപ്പൊ അവരത് വാങ്ങിക്കുന്നില്ല. അപ്പൊ ഇവർക്ക് എന്ത് വേണം? വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വേണം. അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള സാധനം ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? വെറൈറ്റി ആയിട്ടുള്ള, അതായത് ഈ നാട്ടിലുള്ള കിട്ടാത്ത വേറെ ടൈപ്പിലുള്ള റോ മെറ്റീരിയൽസ് കിട്ടണം. അതായത് വേറെ അസംസ്കൃത വസ്തുക്കൾ കിട്ടണം അല്ലെ. ഇപ്പൊ ഒരു നാട്ടിൽ എന്താണ് ബ്ലാക്ക് സോയിൽ ആണുള്ളെങ്കിൽ അവിടുത്തെ മൺപാത്രം എന്തായിരിക്കും? ബ്ലാക്ക് കളറിലായിരിക്കും. അല്ലെങ്കിൽ പെയിന്റിങ്ങും കാര്യങ്ങളും. അതിൽ ഇപ്പൊ നമ്മളൊരു ഡ്രസ്സിന്റെ കാര്യം എടുക്കുന്നെങ്കിൽ ഒരു സ്ഥലത്ത് ആ നാട്ടില് മെയിൻ ആയിട്ടും കോട്ടൺ, നമ്മുടെ ഇന്ത്യന്റെ കേസാണ്, ഇന്ത്യയിൽ ഉത്പാദിക്കുന്ന തുണിത്തരം എന്ന് പറയുന്നത് കോട്ടൺ ആണ് അല്ലെ, പരുത്തിയാണ്. അപ്പൊ എന്താണ്, നമ്മള് കോട്ടൺ മാത്രമാണോ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ എല്ലാ ടൈപ്പ് ഡ്രസ്സും ഉപയോഗിക്കുന്നുണ്ടല്ലേ. അപ്പൊ അതൊക്കെ എവിടുന്നാണ്? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന തുണികളാണ്. അതേപോലെ എന്താണ്, അത്തരത്തിലുള്ള തുണിത്തരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുറത്ത് അന്വേഷിക്കണം അല്ലെ, പുറത്തുള്ള മാർക്കറ്റ്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കിട്ടും. ഇവിടെയുള്ള ക്യാപിറ്റലിസ്റ്റേഴ്സിന് എന്ത് സംഭവിച്ചു? 3 ആവശ്യങ്ങളാണ് നിലവിലുണ്ടായിരുന്നത്. ഒന്ന്, അസംസ്കൃത വസ്തുക്കൾ അവർക്ക് കിട്ടണം. പിന്നെ എന്താണ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് അവർക്ക് വേണം. പിന്നെ പറയുന്നത് എന്താണ്, അവർക്ക് എന്തുകൂടെ വേണം? വളരെ കുറഞ്ഞ ചെലവിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ അല്ലെ, ലേബേഴ്സിനെയും വേണം. ഈ 3 ആവശ്യം അവർക്ക് എങ്ങനെയാ വന്നത് നിങ്ങൾക്ക് മനസ്സിലായോ?
യെസ് മിസ്. മനസ്സിലായോ? ഓക്കെ. മനസ്സിലായി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, അവര് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തു. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാൻ വിട്ടുപോയി. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളിപ്പോ എന്ത് പറഞ്ഞു? ക്യാപിറ്റലിസം പറഞ്ഞു അല്ലെ? ക്യാപിറ്റലിസം നമ്മൾ പറഞ്ഞു. എന്താ പറയുന്നത്? അവർക്കിപ്പോ എന്ത് വേണം? വാണ്ടഡ് മാർക്കറ്റ് അല്ലെ? അവർക്കിപ്പോ ഒരു വാണ്ടഡ് മാർക്കറ്റ്, അവർക്ക് എന്ത് വേണം? ഒരു മാർക്കറ്റ് വേണം. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു? അന്വേഷിക്കാൻ തുടങ്ങി. എന്താ അന്വേഷിക്കുന്നത്? അവർക്ക് ഈ 3 ആവശ്യങ്ങളും കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? ലാബേഴ്സിനെയും കിട്ടണം, റോ മെറ്റീരിയൽസും കിട്ടണം, പിന്നെ എന്തുകൂടെ കിട്ടണം? നല്ല സെയിൽ ചെയ്ത് പോകണം. അവരുടെ പ്രോഡക്റ്റ് ഒക്കെ സെയിൽ ചെയ്ത് പോവുകയും വേണം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിന് വേണ്ടി അവർ അന്വേഷിച്ചു. അങ്ങനെ അവർക്ക് കിട്ടുന്ന അന്വേഷിക്കുന്നത് ഇംഗ്ലണ്ടാണ് കേട്ടോ. ഇംഗ്ലണ്ട് മീൻസ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആദ്യം ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ഈ ക്യാപിറ്റലിസ്റ്റേഴ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. ആ കോമ്പറ്റീഷൻ ലാസ്റ്റ് എവിടെ ചെന്നെത്തിച്ചു? വാണ്ടഡ് മാർക്കറ്റ് എന്നൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടു. അപ്പൊ അവർ അന്വേഷിക്കാണ്. ആരാണ് അന്വേഷിക്കുന്നത്? യൂറോപ്യൻ കൺട്രീസ് ആണ്. അപ്പൊ അന്വേഷിച്ചിട്ട് അവർക്ക് കിട്ടിയ സ്ഥലങ്ങളാണ് ഒന്ന് ഏഷ്യ. ഏഷ്യയിലല്ലേ നമ്മുടെ ഇന്ത്യ വരുന്നത് അല്ലേ? അറിയാലോ? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക എന്നീ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാകും. റവല്യൂഷൻ ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്നുള്ള, ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ ഫസ്റ്റ്. ആ ചാപ്റ്ററിൽ നിങ്ങൾ ലാറ്റിൻ അമേരിക്കയുടെ കാര്യം പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അപ്പോ ഇവർക്ക് ഇപ്പൊ കിട്ടിയ മാർക്കറ്റ് ഏതൊക്കെയാണ്? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. ഏതൊക്കെ? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. അപ്പോ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നപ്പോ എന്തായിരുന്നു അവസ്ഥ? അവർ ആദ്യം വന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കച്ചവടം ചെയ്യാൻ അല്ലെ? ഡച്ചുകാർ വന്നതുപോലെ, പോർച്ചുഗീസുകാർ വന്നതുപോലെ, അറബികൾ വന്നതുപോലെ, ഫ്രഞ്ചുകാർ വന്നതുപോലെ തന്നെ അവർ വന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു? നമ്മളെ ഭരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു അല്ലെ? ഭരിക്കുന്ന ഒരു അവസ്ഥയിലെത്തി. അവരിവിടെ ഭരിച്ചു, നമ്മൾ അവരുടെ ഒരു അടിമകളെ പോലെ ജീവിക്കേണ്ടി വന്നു. അപ്പൊ എന്ത് ചെയ്തത്? ഇവർക്ക് കിട്ടിയ കോളനികളായിരുന്നു ഏതൊക്കെ? ഇവർക്ക് കിട്ടിയ മാർക്കറ്റുകളായിരുന്നു ഏതൊക്കെ? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. അപ്പൊ നിങ്ങളെ ഈ ചാപ്റ്ററിൽ നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് തുറന്നു നോക്കിയാൽ മനസ്സിലാവും. ആഫ്രിക്കയുടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഇപ്പൊ കയ്യില്? യെസ് മിസ്. നോക്കിയേ, ആഫ്രിക്കയുടെ മാപ്പ് കാണുന്നില്ലേ? അതെ, കാണുന്നുണ്ട്. ആ ആഫ്രിക്കയുടെ മാപ്പിന്റെ ബോർഡർ ഒന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ബോർഡർ സാധാരണ ബോർഡർ ലൈന്, മാപ്പിന്റെ ബോർഡർ ലൈന് എന്താ പറയാ, നമ്മൾ ഇങ്ങനെ കൈക്ക് വറപിടിച്ച് വരച്ചതുപോലെയല്ലേ ഉണ്ടാവും, ഇങ്ങനെ വളഞ്ഞു പൊളഞ്ഞിട്ട്. ആഫ്രിക്കയുടെ മാപ്പ് നിങ്ങൾ നോക്കിയാൽ പലതും സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയുള്ള അല്ലെ? കാണുന്നുണ്ടോ? ബോർഡർ ലൈൻ ഒക്കെ എന്താണ്? സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കാണുന്നത്? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ മാപ്പ് അല്ലേ? നിങ്ങൾ കേരളത്തിന്റെ മാപ്പ് കണ്ടിട്ടുണ്ടാവില്ലേ? ഇന്ത്യയുടെ മാപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ ബോർഡർ ലൈൻ എങ്ങനെയാ ഉണ്ടാകുന്നത്? കുറച്ചിങ്ങനെ വളഞ്ഞു പൊളഞ്ഞൊക്കെയാണ് ഉണ്ടാവുന്നത്. പക്ഷെ ഈ ആഫ്രിക്കയുടെ മാപ്പ് എങ്ങനെയുള്ളത്? കാണുന്നില്ലേ? ആരും എന്തൊന്നും മിണ്ടാത്തെ? അല്ലേ? സ്ട്രെയിറ്റ് ആയിട്ടല്ലേ കാണുന്നത്? ഓക്കെ. അപ്പൊ എന്തുകൊണ്ടാ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇവരെന്ത് ചെയ്തു? ഈ ക്യാപിറ്റലിസ്റ്റേഴ്സ് കണ്ടെത്തിയ സ്ഥലങ്ങളാണ് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പഠിക്കുന്നത് ആഫ്രിക്കയുടെ കേസാണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു? ഈ ക്യാപിറ്റലിസ്റ്റേഴ്സ് ആദ്യം വന്നവര്, അതായത് ഓരോരോ സ്ഥലങ്ങൾ ഓരോരുത്തർ ക്യാപ്ചർ ചെയ്യാണ്, മൊത്തത്തിൽ അങ്ങോട്ട് എടുക്കൂലല്ലോ. അപ്പൊ ഓരോരോ മുതലാളിമാര് ആഫ്രിക്കയിലെ ഏറ്റവും നല്ല സ്ഥലത്തും അവർക്ക് എത്തിപ്പെട്ട നല്ല സ്ഥലം അങ്ങനെ എന്ത് ചെയ്തു? ഒരാൾക്ക് പിന്നാലെ ഒരാളായിട്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് ആഫ്രിക്കയെ പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്തപ്പോ അവര് തമ്മിൽ, ഈ ക്യാപിറ്റലിസ്റ്റേഴ്സ് തമ്മിലുള്ള പരസ്പര ധാരണ, കാരണം ഇവരാണ് ഫസ്റ്റ് വന്നത്, ഇവര് പിടിച്ചെടുത്ത സ്ഥലം ഇവിടം വരെയാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തില്, അങ്ങനെയുള്ള ഒരു ധാരണയില് അവരെന്ത് ചെയ്യാണ്? പരസ്പരം ആഫ്രിക്കയെ എന്ത് ചെയ്തു? വീതം വെച്ചെടുത്തു. അപ്പൊ വീതം വെച്ചെടുക്കുമ്പോ ഇങ്ങനെ വളഞ്ഞു പെറിഞ്ഞു വരച്ചു വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. സ്ട്രെയിറ്റ് ലൈൻ വെച്ച് കഴിഞ്ഞാൽ എന്താവുള്ളൂ? ഇവിടുന്നോട്ട് ഇവിടുത്തെ വരെ ഇയാളുടേതാണ്, ഇവിടുത്തെ വരെ മറ്റേ ആളുടേതാണെന്ന് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അവരെന്ത് ചെയ്തു? അവരുടെ സൗകര്യത്തിന് ആഫ്രിക്കയെ വീതം വെച്ചെടുത്തു. അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ആഫ്രിക്ക ഇങ്ങനെ മുറിച്ച് മാറ്റി വെച്ചത്. അതുകൊണ്ടാണ് എന്ത്? ആഫ്രിക്കയിൽ നമ്മൾ
ഈ ബോർഡർ ലൈൻ ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കാണപ്പെടുന്നത്. എക്സാമിന് ചോദിക്കലുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള നോട്ട്സ് തരും. ആഫ്രിക്കയ്ക്ക് സംഭവിച്ചത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് കൊളോണിയലിസം ആണ്, കോളനൈസേഷൻ. കോളനൈസേഷൻ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അതായത് ഇവർക്ക് ഇപ്പൊ മാർക്കറ്റ് കിട്ടി, അതായത് ഇവരുടെ 3 ആവശ്യവും നടക്കുന്നുണ്ട്. ഈ ആഫ്രിക്കയിലും ഏഷ്യയിലും ലാറ്റിൻ അമേരിക്കയിലും എന്താണ്, ഇവർക്ക് കുറഞ്ഞ ചെലവിന് പണിയെടുക്കാൻ ആൾക്കാരെ കിട്ടുന്നുണ്ട്. ഇവർക്ക് വേണ്ട ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ ഇവർക്ക് കിട്ടുന്നത്? പിന്നെ നമ്മളെ 3ാമത്തെ ആവശ്യം എന്തായിരുന്നു? ഓർക്കുന്നില്ലേ? 3 ആവശ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ചീപ്പ് റേറ്റിന് ലാബേഴ്സ്, റോ മെറ്റീരിയൽസ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ്. പിന്നെ എന്തായിരുന്നു ആവശ്യം? സോൾഡ് ദെയർ പ്രോഡക്റ്റ് അല്ലെ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണം. അപ്പൊ അതും കൂടെ. അപ്പൊ 3 ആവശ്യങ്ങളും നടക്കുന്ന സ്ഥലങ്ങളാണ് ഏത്? ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക. അങ്ങനെ അവരവിടെ നിന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ ആഫ്രിക്കയിലാണ് അവരിപ്പോ എത്തിയിട്ടുള്ളത്. ആഫ്രിക്കയിൽ നിന്ന് എന്ത് ചെയ്തു? ആദ്യം ഇംഗ്ലണ്ടിൽ നിന്നും അതേപോലെ യൂറോപ്യൻ മറ്റു രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തു? ഈ പ്രോഡക്റ്റ്, ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യും? ഈ ആഫ്രിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? സോറി, അവിടെ ആഫ്രിക്കയിലോട്ട് ഇമ്പോർട്ട് ചെയ്യും അല്ലെ, ഇറക്കുമതി ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് എങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യും? ഇവരുടെ സ്വന്തം നാട്ടിലോട്ട് എക്സ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ആദ്യം എന്ത് ചെയ്തത്? ഈ കച്ചവടം നടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇവരുടെ ആവശ്യം, ഇവർക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കണം എന്നായിരുന്നു 1ാമത്തെ ആവശ്യം. അപ്പൊ എന്ത് ചെയ്തു? ഇവരങ്ങനെ ചെയ്തു. പിന്നെ ഇവരുടെ കൂടെ ഈ ഫാക്ടറികളിലൊക്കെ പണിയെടുക്കാൻ താല്പര്യമുണ്ട്, അതായത് ഈ നമുക്ക് പറയൂലേ കമ്പനിയിലാണ് പണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു വലിയൊരു സംഭവം പോലെയാണ്. അപ്പൊ ഈ ആഫ്രിക്കയിലും അതേപോലെ തന്നെ ഏഷ്യയിലൊന്നും അന്നത്തെ സമയത്ത് ഇൻഡസ്ട്രി അല്ലെങ്കിൽ വ്യവസായങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് എന്താണ്, ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഫാക്ടറികളിൽ പണി കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു അവസരമായിട്ട് കണ്ടു. അപ്പൊ ഇവര് ചുരുങ്ങിയ വേതനാണെങ്കിൽ കുഴപ്പമില്ല, അധ്വാനിക്കണ്ടല്ലോ എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരുപാട് ലേബേഴ്സും ഈ ക്യാപിറ്റലിസ്റ്റിനോട് എങ്ങോട്ടേക്ക് പോന്നു? ഇവരുടെ ഇൻഡസ്ട്രിയിലോട്ട് പോന്നു. അപ്പൊ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. എന്താ നടക്കുന്നത്? ഇവര് ആഫ്രിക്കയിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അവിടുന്ന് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് അല്ലെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവർക്ക് എന്ത് ചെയ്തു? ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിന് ചെറിയൊരു എന്താ പറയാ സാവകാശം വേണ്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഇല്ല അല്ലെ, ഗതാഗത മാർഗങ്ങളൊന്നും ഇല്ല. ഫ്ലൈറ്റ് ഇല്ല, ഷിപ്പ് ഇല്ല, ഇതൊന്നും ഇല്ല. ഷിപ്പ് ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താണ്? കപ്പൽ വഴിയാണ് ഈ ഇത്ര സ്പീഡായിട്ട് നടക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ അന്നില്ലല്ലോ. അപ്പൊ എന്താണ്? ഇത് ഭയങ്കര ലാഗിങ് ആയിരുന്നു. കാരണം ഇവിടുന്ന് റോ മെറ്റീരിയൽസ് എങ്ങോട്ടേക്ക് കൊണ്ടുപോവുക? ഇംഗ്ലണ്ടിലും അതേപോലെ തന്നെ മറ്റു യൂറോപ്യൻ കൺട്രീസിലും കൊണ്ടുപോവുക. എന്നിട്ട് അത് അവിടുത്തെ ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുവരിക? ഇങ്ങോട്ട് ആഫ്രിക്കയിലോട്ടേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇതെന്താണ്? ഒരുപാട് ടൈം ലാഗായി, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ആവുന്നുണ്ടോ? യെസ് മിസ്. അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവരെന്ത് ചെയ്തു? ഇവിടെ അതായത് മാർക്കറ്റ്, ഇവർക്ക് കിട്ടിയ മാർക്കറ്റില് കൊളോണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൊളോണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോളനി വൽക്കരണം. അപ്പോ ഇവരെന്ത് വിചാരിച്ചു? ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ തന്നെ, അതായത് ആഫ്രിക്കയിൽ തന്നെ നമ്മളെ ഫാക്ടറി അങ്ങോട്ട് തുടങ്ങാം. എന്നാൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന് കളിക്കണ്ടല്ലോ. നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഫാക്ടറികൾ അങ്ങ് തുടങ്ങാം. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ടൂർ പോയി വിചാരിക്കാം. നമ്മളിപ്പോ കുളു മണാലി പോയി. അപ്പൊ കുളു മണാലി പോയി നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിവിടെ ജീവിക്കാൻ, നമ്മളെ വീട്ടിൽ പോകുന്നില്ല, നമ്മളിവിടെ വീടെടുത്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കുമോ? നമ്മുടെ അവിടുത്തെ ലാൻഡ് ഓണേഴ്സ് ആവണ്ടേ? നമുക്ക് വിചാരിച്ച നടക്കുന്ന കാര്യമാണ് അല്ല. അതേപോലെ തന്നെ എന്താണ്, ഈ ആഫ്രിക്കയിൽ ഇവർക്ക് പെട്ടെന്ന് വിചാരിച്ചാൽ നടക്കുവോ? ഫാക്ടറി ഒക്കെ തുടങ്ങണം എന്ന് വിചാരിച്ച വേറൊരു സ്ഥലമല്ലേ, ഇവര് കച്ചവടത്തിന് വേണ്ടി വന്നതല്ലേ. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടെ കോളനി സ്ഥാപിക്കണം, ഇവർക്ക് കോളനികൾ ഉണ്ടാക്കണം. അതായത് ഇന്ത്യ ആരുടെ കോളനി ആയിരുന്നു? ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു അല്ലെ. നമുക്കറിയാലോ, ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കോളനി ആയിട്ട് 100 കണക്കിന് വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നില്ലേ ബ്രിട്ടീഷുകാര്? കേൾക്കുന്നില്ലേ പറയുന്നത്?
അപ്പോ അതേപോലെ തന്നെ എന്താണ് ആഫ്രിക്ക കോളനി ആവാൻ പോവാണ്. ആരുടെ കോളനി? ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ ഫ്രാൻസ്, ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുടെ കോളനി ആവാൻ പോവാണ് ഏത്? ആഫ്രിക്ക. അപ്പൊ ആഫ്രിക്ക കോളനി ആവാനുള്ള കാരണം ഇവരുടെ വാണ്ടഡ് മാർക്കറ്റ് കിട്ടി. പിന്നെ എന്താണ് ഇവരുടെ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റേഴ്സിന്റെ ഈ എന്താ പറയാ ലാഭം, അല്ലെ ലാഭക്കൊതിയന്മാരായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റേഴ്സിന് കുറച്ച് ലാഭനഷ്ടം ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്തു? വീണ്ടും എന്ത് ചെയ്യാണ്? കൊളോണൈസേഷൻ അല്ലെങ്കിൽ കോളനി വൽക്കരണത്തിലോട്ട് പോവാണ്. ആദ്യം അവരെന്തായിരുന്നു? കച്ചവടം പോലെ, അതായത് ഇവിടുന്നുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, അവിടെ പോയിട്ട് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ട് ഇവിടെ വന്ന് സെയിൽ ചെയ്യുക. ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോയിരുന്ന കാര്യത്തിന് ലാഗ് വന്നപ്പോ അവരെന്ത് ചെയ്യാണ്? ഇതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ പറ്റും? ഇവിടെ ഫാക്ടറി തുടങ്ങി, ഇവിടെ തന്നെ അസംസ്കൃത വസ്തു എടുത്ത് ആ ഫാക്ടറിയിൽ നിന്ന് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ സെയിൽ ചെയ്യുക, ഇവിടുത്തെ ലേബേഴ്സിനെ തന്നെ ഉപയോഗിക്കുക. അത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് ലാഭം പെട്ടെന്നാവും, ഇതിനെക്കാട്ടിലും കൂടുതൽ ലാഭം ഉണ്ടാവും. അപ്പൊ അങ്ങനെ അവരെന്ത് ചെയ്തു? ഇവരുടെ ഈ യൂറോപ്യൻസ് മിലിറ്ററി ഫോഴ്സ്, അതായത് സൈനികപരമായിട്ടുള്ള ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്യാണ്? ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഫ്രിക്കയിൽ എന്ത് ചെയ്യാണ്? അവരുടെ കോളനിയാക്കി മാറ്റാണ്. എങ്ങനെയാണ് കോളനിയാക്കി മാറ്റുന്നത്? അവരുടെ മിലിറ്ററി ഫോഴ്സും അതേപോലെ തന്നെ എന്ത് ചെയ്തു? അവരുടെ രാഷ്ട്രീയ ശക്തിയും മിലിറ്ററി സൈനികപരമായിട്ടുള്ള ശക്തിയും ഒക്കെ ഉപയോഗിച്ചിട്ട് ആഫ്രിക്കയെ അവരുടെ സ്വന്തം അധീനതയിലേക്ക് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൊളോണൈസേഷൻ എന്ന് പറയുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തിട്ടില്ല, ഹിസ്റ്ററിയില് എടുത്തത് ഫുൾ ആയിട്ടില്ല. നിങ്ങൾക്ക് ആ സാറിനെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, എവിടെ ആ ചാപ്റ്റർ എവിടെ എത്തി? ലാറ്റിൻ അമേരിക്കയുടെ കേസ് ഒന്നും എത്തിയിട്ടില്ല. ഇല്ല. എവിടെ എത്തി? എത്തിയോ? മെർക്കന്റിലിസത്തിന്റെ അവിടെ എത്തിയിട്ടുള്ളൂ. ഓക്കെ, മെർക്കന്റലിസം എത്തിയിട്ടുള്ളൂ അല്ലെ? അപ്പൊ ഓക്കെ, ആ മെർക്കന്റലിസം തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരുപാട് തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കാണല്ലേ. അതായത് ഈ അമേരിക്ക ആരുടെ കോളനി ആയിരുന്നു? ഇംഗ്ലണ്ടിന്റെ കോളനി ആയിരുന്നു അല്ലെ? ഇംഗ്ലണ്ടിൽ നിന്ന് കുടിയേറി പാർത്തവരായിരുന്നല്ലോ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് അല്ലെ? അപ്പൊ അവരുടെ മേലിൽ ഒരുപാട് തരത്തിലുള്ള വ്യാപാര നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചതാണ് ഈ മെർക്കന്റലിസം. അപ്പൊ അത്രയും നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പൊ അതന്നെ മതി ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്. എന്താണ് ഈ കൊളോണൈസേഷൻ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. കൊളോണൈസേഷൻ എങ്ങനെയാ വരുന്നത്? അതായത് ഇവരെന്ത് ചെയ്തു? ഈ ആഫ്രിക്കയെ പിടിച്ചെടുക്കാൻ തുടങ്ങി. ആദ്യം കച്ചവടത്തിനുള്ള കോലത്തിൽ വന്നു, അവിടുന്ന് നല്ല സ്മൂത്ത് ആയിട്ട് കച്ചവടം ചെയ്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരു ആഗ്രഹം. എന്താ ആഗ്രഹം ഇവരുടെ? ഇവിടെ തന്നെ ഫാക്ടറി തുടങ്ങി, ഇവിടെ തന്നെ അസംസ്കൃത വസ്തുക്കൾ എടുത്ത് ഈ ഫാക്ടറിയിൽ കൊണ്ടുവന്ന് നല്ല പ്രോഡക്റ്റ് ആക്കിയിട്ട് ഇവിടെ തന്നെ വിറ്റഴിച്ചു കഴിഞ്ഞാൽ ഈ ടൈം ലാഗ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? നമുക്ക് ലാഭം നല്ലോണം ഉണ്ടാക്കാൻ പറ്റും എന്ന് തുടങ്ങി. ആദ്യം ഒരു ക്യാപിറ്റലിസ്റ്റ്, അതായത് ഒരു മുതലാളി തുടങ്ങിയാൽ മതി. അങ്ങനെ ബാക്കി അവരും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി എന്നാ പിന്നെ നമുക്കും ചെയ്യാം, അവരെക്കാട്ടിലും കൂടുതൽ ലാഭം ഉണ്ടാക്കാം. ഇവരുടെ എയിം എന്തായിരുന്നു? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്തു? ഇവരുടെ പൊളിറ്റിക്കൽ പവറും അതേപോലെ തന്നെ മിലിറ്ററി ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഫ്രിക്കയെ സ്വന്തം അധീനതയിലേക്ക് പിടിച്ചെടുക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവിടെ ഫാക്ടറികൾ ഉണ്ടാക്കി അവിടുത്തെ ലേബേഴ്സിനെ ആ ഫാക്ടറികളിൽ കൊണ്ട് പണിയെടുപ്പിച്ചു. ആ പണിയെടുപ്പിച്ചിട്ട്, അതായത് നല്ലോണം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, തൊഴിലാളികളെ നല്ലോണം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്തു? അവിടുന്ന് തന്നെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അവിടെ തന്നെ ആ പ്രോഡക്റ്റ് അവിടെ തന്നെ വിറ്റഴിക്കുകയും ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെ എത്തി? കൊളോണൈസേഷൻ. ഇവിടെ വരെ മനസ്സിലായോ? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പറഞ്ഞു, ക്യാപിറ്റലിസം പറഞ്ഞു, വാണ്ടഡ് മാർക്കറ്റ് പറഞ്ഞു, കൊളോണൈസേഷൻ പറഞ്ഞു. ഇത്രയും കാര്യം മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പീരിയലിസം ആണ്. കൊളോണൈസേഷന് പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇമ്പീരിയലിസം. കേട്ടിട്ടുണ്ടോ ഇമ്പീരിയലിസം? ഇമ്പീരിയലിസം കേട്ടിട്ടുണ്ടോ? കാണുന്നുണ്ടോ ഇമ്പീരിയലിസം എഴുതിയത്? ഇമ്പീരിയലിസം കേട്ടിട്ടുണ്ടോ? സാമ്രാജ്യത്വം എന്ന് കേട്ടിട്ടുണ്ടോ? ഇമ്പീരിയലിസത്തിന്റെ സാമ്രാജ്യത്വം. സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേൽ അവകാശ നിയന്ത്രണവും അതേപോലെ തന്നെ ഭരണവും സ്ഥാപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്.
ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനുമേൽ അവകാശ നിയന്ത്രണവും ഭരണവും ഒക്കെ സ്ഥാപിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സാമ്രാജ്യത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇവരവിടെ അവരുടെ കോളനിയാക്കി മാറ്റി. പിന്നെ ഇവരെന്ത് ചെയ്യാണ്? ക്രമേണ ഇമ്പീരിയലിസം, അതായത് നിങ്ങൾ മെർക്കന്റലിസം പഠിച്ചില്ലേ? മെർക്കന്റലിസം എന്താണ്? ഒരുപാട് വ്യാപാര നിയമങ്ങൾ അമേരിക്കക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ് അല്ലെ. അതായത് ഈ കപ്പൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, ഇത്ര ടാക്സ് കൊടുക്കണം, സൈന്യത്തെ നിലനിർത്തും, ആ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവര് കോളനിക്കാർ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഒരുപാട് നിയമങ്ങളല്ലേ. അതേപോലെ തന്നെ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാ തരത്തിലും അവകാശ നിയന്ത്രണം സ്ഥാപിക്കാം. രാഷ്ട്രീയപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഏതൊക്കെ മേഖലയുണ്ടോ എല്ലാ തരത്തിലും ആര് കൈയേറുക? ഈ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആരാണോ കോളനി സ്ഥാപിച്ചിട്ടുള്ളത് അവരുടെ കൈവശം അല്ലെങ്കിൽ അവരുടെ അധീനതയിലാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. മനസ്സിലായോ ഇമ്പീരിയലിസം എന്താണെന്നുള്ളത്? മനസ്സിലാവുന്നുണ്ടോ? ഒരു രാജ്യം അവകാശ നിയന്ത്രണവും ഭരണവും സ്ഥാപിക്കാം എല്ലാ അർത്ഥത്തിലും. അതിപ്പോ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, കൾച്ചറലി ആയിക്കോട്ടെ, ഇക്കണോമിക്കലി ആയിക്കോട്ടെ. എന്നിട്ട് അവരെന്താണ്? പിന്നെ അവർക്ക് എന്താണ്? ഇത്തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ചോദ്യവും കാര്യമൊന്നുമില്ല. ഇവർക്ക് വേണ്ടതൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോവാ. അതായത് നമ്മൾ അവരെ, അതായത് എവിടെയാണോ കോളനി ഉണ്ടാക്കിയത് ആ കോളനിയിലുള്ള ആൾക്കാർ എന്താണ്? ഇവരുടെ അടിമകളാണ്. ഒന്നും, അതായത് ഇവരെ എങ്ങനെയും നമുക്ക് ചൂഷണം ചെയ്യാം. നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ആ കാര്യം എടുത്തു നോക്കിയാൽ മതി. നമ്മുടെ ഇന്ത്യ ആരുടെ കോളനി ആയിരുന്നു? ബ്രിട്ടന്റെ കോളനി ആയിരുന്നു. അതേപോലെ തന്നെ ഇപ്പം യൂറോപ്യൻ കൺട്രീസിന്റെ കോളനിയാണ്. അപ്പൊ എന്താണ്? അവിടെ ഇപ്പൊ ഇമ്പീരിയലിസം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്പീരിയലിസത്തിന്റെ ഭാഗമായിട്ട് എല്ലാ തരത്തിലും ആര് കൈയേറി? ഈ എല്ലാ മേഖലയിലും, കൾച്ചറലി ആയിക്കോട്ടെ, പൊളിറ്റിക്കലി ആയിക്കോട്ടെ, ഇക്കണോമിക്കലി ആയിക്കോട്ടെ, സാമ്പത്തിക മേഖലയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലും അതേപോലെ തന്നെ സാംസ്കാരിക മേഖലയിലും എല്ലാ തരത്തിലും കൈയടക്കി ഈ ഇംഗ്ലണ്ട്, അതേപോലെ തന്നെ യൂറോപ്യൻ രാജ്യം, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഫ്രം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ടു ഇമ്പീരിയലിസം, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിൽ അല്ലേ? ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. ക്യാപിറ്റലിസം പറയുന്നതിന് മുമ്പേ എന്ത് പറയണം? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പറയണം. അപ്പോ ഇവിടുന്ന് തൊട്ടിട്ട് ഇമ്പീരിയലിസം, ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം എങ്ങനെയാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് ഈ ഇമ്പീരിയലിസം വന്നതോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു? അതായത് ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് എല്ലാ തരത്തിലും അവകാശ നിയന്ത്രണം, അതേപോലെ തന്നെ ഭരണം. ഇപ്പൊ ഭരണമൊക്കെ ആരുടെ കയ്യിലാണുള്ളത്? ഈ വന്നിട്ട് പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഭരണമൊക്കെ ഉള്ളത്. ഇവരെന്ത് ചെയ്യണമെന്ന് ഇവര് തീരുമാനിക്കുന്ന ഒരവസ്ഥയായി. ഇവരെന്ത് ചെയ്യണമെന്ന് അവര് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലായി. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഇവരെങ്ങനെ ജീവിക്കണം, നമ്മൾ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടും എല്ലാം തീരുമാനിക്കുന്നത് ആരായി? ഈ കോളനി സ്ഥാപിച്ചവരുടെ കയ്യിലായി. അങ്ങനെയുള്ള അവസ്ഥയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹൗ ഡിഡ് ഇമ്പീരിയലിസം അഫക്ട് ദ കോളനീസ്. അതായത് ഈ ഇമ്പീരിയലിസം അല്ലെ സാമ്രാജ്യത്വം എങ്ങനെയാണ് കോളനി ജനങ്ങളെ ബാധിച്ചത്, എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളത്. എന്താണ്? ഇമ്പീരിയലിസം എങ്ങനെ ആഫ്രിക്കയിലെ ജനങ്ങളെ ബാധിച്ചു എന്നതാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. അതിലോട്ട് പോവട്ടെ? ഇത് ഓക്കെ അല്ലേ? ഇതിന്റെ നോട്ട്സ് ഇട്ട് തരുമോ? ആ നോട്ട്സ് തരാം. ഓക്കെ. ഒന്ന് പറയുന്നത് imperialism destroyed the traditional economic system of the colonies. Imperialism destroyed the traditional economic system of the colonies. അതായത് കോളനിയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള അവരുടെ ഒരു സാമ്പത്തിക രീതി ഉണ്ടായിരുന്നു. എന്താണ്? അവർ കൃഷി ചെയ്യുക, കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനം സ്വന്തം ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുക, അല്ലാതെ ഇങ്ങനെ വിൽക്കാനും പിന്നെ അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല. അവർക്ക് വിശപ്പെടുക്കാൻ വേണ്ടി കൃഷി ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തം നാട്ടില് സ്വന്തം കുടുംബത്തിന് ആ നാടിന്റെ ആവശ്യത്തിന് അങ്ങനെ നല്ല സമാധാനത്തോട് പോകുന്ന രാജ്യമായിരുന്നു ഏത്? ആഫ്രിക്ക. അപ്പൊ ഈ ഇമ്പീരിയലിസം വന്നതോടുകൂടി ഇവരുടെ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം, അതായത് പരമ്പരാഗതമായിട്ട് ഇവരിങ്ങനെ കാർഷിക വൃത്തിയിലൊക്കെ ഏർപ്പെട്ട് നല്ല സമാധാനപരമായിട്ട് പോകുന്ന കാര്യം എന്ത് ചെയ്തു? ഡെസ്ട്രോയിഡ്, തകർന്നു. മനസ്സിലായോ? ഇമ്പീരിയലിസത്തിന്റെ ഒന്നാമത്തെ എഫക്റ്റ് ആണ് ദ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം വേർ ഡെസ്ട്രോയിഡ്.
മനസ്സിലായോ? ഓക്കെ മിസ്. നെക്സ്റ്റ് പറയുന്നത് ഇമ്പീരിയലിസം administrative and judicial system were replaced. Administrative and judicial system were destroyed. അല്ല സോറി replaced. അതായത് അവിടുത്തെ ആഫ്രിക്കയിൽ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളും അവിടെ രീതികളും ഒക്കെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഇവര് മാറ്റിമറിച്ചു. മാറ്റിമറിക്കും ആരുടെ സൗകര്യത്തിനുള്ള രീതിയിൽ ഇവർ മാറ്റിമറിക്കുക? ആഫ്രിക്കയിലുള്ള ആൾക്കാരുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണോ മാറ്റുക? ആണോ? അല്ല. അപ്പൊ ഇവരെന്താ ചെയ്തത്? ഇമ്പീരിയലിസത്തിന്റെ രണ്ടാമത്തെ എഫക്ട് എന്താണ്? ഇവരുടെ ജുഡീഷ്യൽ സിസ്റ്റം അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അതൊക്കെ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു, മാറ്റിമറിച്ചു. അത് ഇവരുടെ ഈ ഇമ്പീരിയലിസം അതേപോലെ തന്നെ ഈ എന്താ പറയാ റോ മെറ്റീരിയൽസ് അല്ലെ എക്സ്പ്ലോയിറ്റേഷനും അതിനൊക്കെ ഇവര് ചോദ്യം ചെയ്യാത്ത തരത്തിലുള്ള നിയമങ്ങളും അതേപോലെ തന്നെ ഭരണവ്യവസ്ഥകളും ഒക്കെ ആര് മാറ്റിമറിച്ചു? ഈ യൂറോപ്യൻ രാജ്യങ്ങൾ മാറ്റിമറിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത്. പിന്നെ പറയുന്നത് people in the colonies were forced to cultivate cash crops instead of traditional food crops. People in the colonies forced to cultivate cash crops instead of food crops. അതായത് ഇവര് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവര് പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തിരുന്നത് ഫുഡ് ക്രോപ്സ് ആയിരുന്നു. അവരുടെ നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള ഭൂമി, ആ ഭൂമിയിൽ അവർ എന്താ കൃഷി ചെയ്തിരുന്നത്? അവരുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണങ്ങളായിരുന്നു കൃഷി ചെയ്തിരുന്നത്, ഭക്ഷ്യവിളകളായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ബ്രിട്ടീഷുകാരല്ല, ഈ യൂറോപ്യൻ കൺട്രികൾ ഇവിടെ വന്ന് ഇവിടെ കോളനി സ്ഥാപിച്ചപ്പോ ഇവരുടെ ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള വിളകൾ എന്ത് ചെയ്യേണ്ടി വന്നു? ഇവര് കൃഷി ചെയ്യേണ്ടി വന്നു. ഇവരിപ്പോ ഒരു ബിസ്ക്കറ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതായത് കാഷ്യൂനട്ടിന്റെ ബിസ്ക്കറ്റ് ആണെങ്കിൽ ഇവരെന്ത് ചെയ്യും? ഇവരുടെ നെൽകൃഷി ചെയ്തുകൊണ്ടിരുന്ന ലാൻഡിൽ ഇവർ എന്ത് കൃഷി ചെയ്യേണ്ടി വരും? കാഷ്യൂനട്ട് കൃഷി ചെയ്യേണ്ടി വരും അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? ഹലോ, മനസ്സിലാവുന്നില്ലേ പറയുന്നത്? ഓക്കെ. ഇവര് എന്താണോ ആവശ്യമുള്ളത് അത് കൃഷി ചെയ്യാൻ അവിടുത്തെ കോളനിക്കാർ നിർബന്ധിതരായി. അത്രേ ഉള്ളൂ. ഇവർക്ക് എന്താ ആവശ്യം? അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്താണ് ആവശ്യം, അല്ലെ അവരുടെ ഫാക്ടറികളിൽ എന്താണ് ആവശ്യം, അതനുസരിച്ചിട്ട് ചെയ്യേണ്ട അതായത് അതനുസരിച്ചിട്ട് ഇവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് കൃഷി ചെയ്യിപ്പിച്ചു. ഇവര് നിലവിൽ എന്തായിരുന്നു കൃഷി ചെയ്തുകൊണ്ടിരുന്നത്? ഫുഡ് ക്രോപ്സ് ആയിരുന്നു. അവരുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്ന ലാൻഡിൽ ഇവരുടെ ഫാക്ടറികൾക്ക് ആവശ്യമായിട്ടുള്ള ക്യാഷ് ക്രോപ്സിലാണെങ്കിൽ റബ്ബർ നമുക്ക് ക്യാഷ് ക്രോപ്സിൽ പെടുത്താം അല്ലെ? റബ്ബർ നിങ്ങൾക്ക് അറിയാലോ, റബ്ബർ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ റബ്ബർ എടുക്കുക, അതായത് ഇവരുടെ കൃഷിഭൂമിയിൽ എന്ത് കൃഷി ചെയ്യേണ്ടി വരിക? റബ്ബർ കൊണ്ട് വിശപ്പെടുക്കാൻ പറ്റുമോ? ഇല്ല, കഴിക്കാൻ പറ്റുമോ? അപ്പൊ അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ അതായിരുന്നു. എന്താണോ ഇവരുടെ ഫാക്ടറിക്ക് ആവശ്യം, ആ ഫാക്ടറിക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ കൃഷി ചെയ്യേണ്ട അവസ്ഥ, അല്ലെ ഫാക്ടറിക്ക് ആവശ്യമായിട്ടുള്ള ക്രോപ്സുകൾ കൃഷി ചെയ്യാൻ അവിടുത്തെ കോളനിയിലുള്ള ഫാമേഴ്സ് നിർബന്ധിതരായി. അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് അതിനെ കൃഷി ചെയ്യിപ്പിച്ചു. ഇതാണ് ഇമ്പീരിയലിസത്തിന്റെ മൂന്നാമത്തെ എഫക്ട്. മനസ്സിലായോ? പറയണേ. ശബ്ദമില്ല. ഒന്നും കേൾക്കാൻ പറ്റണില്ല? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? People in the colonies were forced to cultivate cash crops instead of food crops. അതായത് ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ കോളനി നിവാസികൾ നിർബന്ധിതരായി. ഇതാണ് ഇമ്പീരിയലിസത്തിന്റെ മൂന്നാമത്തെ എഫക്റ്റ്. മനസ്സിലായല്ലോ? ഇനി പറയുന്നത് poverty and unemployment increased. Poverty and unemployment were increased. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ ഫാക്ടറി കൊണ്ടുവന്നു, ഇവിടെ എന്താണ് കൃഷി, ഇവരുടെ ട്രഡീഷണൽ കൃഷിയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ക്യാഷ് ക്രോപ്സ് എങ്കിലും കൃഷി ചെയ്യുന്നില്ലേ, അപ്പൊ കൃഷിപ്പണി ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോ എങ്ങനെയാണ് പിന്നെ പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും ഒക്കെ വരാനുള്ള കാരണം? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പോവർട്ടി വരാനുള്ള കാരണം ഇവരെന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു എന്താണ്? ക്യാഷ് ക്രോപ്സിന് പകരം ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇവരെന്താണ്? ഇവരുടെ ലാഭം
മാത്രമേ നോക്കുന്നുള്ളൂ. ആരുടെ ലാഭം? ക്യാപിറ്റലിസ്റ്റേഴ്സ് അവരുടെ ലാഭം മാത്രമേ നോക്കുള്ളൂ. ഈ കോളനിക്കാർ അവരെ പരിഗണിക്കുന്നത് പോലും ഇല്ല. അപ്പൊ നിലവിൽ ഫാക്ടറി വന്നപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജോലി നഷ്ടപ്പെട്ടു. ഇവിടെ ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് ഇവർ കൊടുക്കുന്നത്? വളരെ ചീപ്പായിട്ടുള്ള വേജസ്, വളരെ പേജിന് പണിയെടുക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ഫാക്ടറികളിൽ ജോലി കൊടുക്കുന്നുള്ളൂ. പിന്നെ എന്താണ്, ഇവർക്ക് കൃഷിപ്പണി ഉണ്ടായിരുന്നു നിലവിൽ. ആ കൃഷിപ്പണിയും എന്ത് ചെയ്തു? പോവാണ്. എങ്ങനെയാ പോയി പോകുന്നത് കൃഷിപ്പണി പോയി പോകുന്നതിന്റെ എങ്ങനെയാണ് അത് ഇല്ലാതാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് ക്രോപ്സ് ആണെങ്കിൽ നമ്മൾ ദിവസം നനച്ചു കൊടുക്കണം അല്ലെ. ഫുഡ് ക്രോപ്സ് നിങ്ങൾ നോക്കിയേ, ഇപ്പൊ നമ്മളൊരു നെൽകൃഷിയോ അല്ലെങ്കിൽ വെള്ളരിക്കയോ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പച്ചക്കറി കൃഷിയൊക്കെ ആണെങ്കിൽ എന്താണ്, നമ്മൾ ഡെയിലി അതിന് പോയി നനച്ചു കൊടുക്കണം. അതിൽ എന്തെങ്കിലും പ്രാണികൾ വരുന്നുണ്ടോ നോക്കണം അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യണം. റബ്ബറൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണോ? ക്യാഷ് ക്രോപ്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അതിനെ പോയി ശുശ്രൂഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് നോക്കാണ്ടെങ്കിൽ പോരാ. അപ്പൊ എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഇമ്പീരിയലിസം കൊണ്ടുണ്ടായി. മനസ്സിലായോ എങ്ങനെയാണ് തൊഴിലവസരങ്ങൾ ഇല്ലാതായതെന്ന്? അതേപോലെ തന്നെ പോവർട്ടി, അതായത് ക്യാഷ് ക്രോപ്സ് അല്ല, പട്ടിണിയാണ്. പട്ടിണി കൊണ്ട് ആൾക്കാർ മരിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായി. ഇവര് ക്യാഷ് കൊടുക്കുന്നില്ല. അതായത് ഇൻഡസ്ട്രിയിൽ പണിയെടുത്ത് കഴിഞ്ഞാല് അല്ലെ ഫാക്ടറികളിൽ പണിയെടുത്ത് കഴിഞ്ഞാല് വേജ് കൊടുക്കുന്നില്ല. കൊടുക്കാതെ തന്നെ എന്താണ്, വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അങ്ങനെയാണ് എന്തായത്, ഈ കോളനികളിൽ പോവർട്ടി അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇമ്പീരിയലിസത്തിന്റെ 4ാമത്തെ എഫക്ട് എന്താണ്? പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്. മനസ്സിലായോ? പിന്നെ പറയുന്നത് നാച്ചുറൽ റിസോഴ്സസ് വേർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. നാച്ചുറൽ റിസോഴ്സസ് വേർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്, അതായത് പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഓരോ രാജ്യത്തിനും ഓരോ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ആഫ്രിക്ക പ്രകൃതി വിഭവങ്ങളാൽ വളരെ സമ്പന്നമായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ കേസ് എന്തായിരുന്നു? ഇന്ത്യയിൽ ഒരുപാട് പ്രകൃതി വിഭവങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ നല്ല സ്പൈസസ് ആയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. അപ്പൊ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ കുരുമുളക്, ഏലം, ചോളം എന്ന് പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക്, ഏലം, അതേപോലെ തന്നെ എന്താണ് ഈ എന്താ പറയാ സിനമൺ, കറുവപ്പട്ട, ഇതൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പൈസസിലി നമ്മൾ എന്തായിരുന്നു റിച്ച് ആയിരുന്നു. ഇപ്പൊ സൗദി അറേബ്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസ് എന്താണ്? പെട്രോളിയം അല്ലേ. അവർ പെട്രോളിയം കൊണ്ടല്ലേ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ രാജ്യത്തിനും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നാച്ചുറൽ റിസോഴ്സസ്, അതായത് പ്രകൃതി വിഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് വൈഡ് ആയിട്ട് എന്ത് ചെയ്തു? എക്സ്പ്ലോയിറ്റ് ചെയ്തു. അവര് അനധികൃതമായിട്ട് ചൂഷണം ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുപോയി? സ്വന്തം നാട്ടിലോട്ട് കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ സ്വന്തം ഫാക്ടറികളിൽ അത് എന്താ പറയാ ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിട്ട് വിറ്റിട്ട് അവര് ലാഭം അവരുടെ പോക്കറ്റിൽ ഇട്ടു. അല്ലാതെ ആഫ്രിക്കയുടെ ഡെവലപ്മെന്റിനോ അല്ലെ ആഫ്രിക്കയിലുള്ള കോളനിക്കാരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവർ നയാ കാശ് പോലും എന്താക്കിയിട്ടില്ല, ചെലവാക്കിയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അവിടുത്തെ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് എന്താക്കി? വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്, ചൂഷണം ചെയ്തു. മനസ്സിലായോ? 5ാമത്തെ എഫക്റ്റ് മനസ്സിലായോ? പിന്നെ പറയുന്നത് ഇൻഡിജീനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വേർ ഡെസ്ട്രോയിഡ്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോ ഇവിടെ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നില്ലേ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നില്ലേ, ഇംഗ്ലീഷ് സ്കൂളുകൾ കൊണ്ടുവന്നില്ലേ, അവരുടെ സംസ്കാരങ്ങൾ നമ്മളിൽ എന്താ പറയാ അടിച്ചേൽപ്പിച്ചെന്ന് പറയില്ല, നമ്മള് ഓട്ടോമാറ്റിക്കലി അവരുമായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയി പോകുമ്പോൾ ഒരുപാട് അവരുടെ ശൈലികളും അവരുടെ ജീവിത ശൈലികളും ഒക്കെ നമ്മളിലോട്ട് ആയി വരുമല്ലേ. പിന്നെന്താണ്? ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചില്ലേ, ഇംഗ്ലീഷ് പഠിച്ചില്ലേ, ബ്രിട്ടീഷുകാരല്ലേ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ എന്താണ്, ഈ ആഫ്രിക്കയിൽ നിലവിലുണ്ടായിരുന്ന അവരുടെ തദ്ദേശീയമായിട്ടുള്ള ആർട്ട്, കലകൾ, പിന്നെന്താ പറയുന്നത് ലിറ്ററേച്ചർ, സാഹിത്യം, പിന്നെന്താണ് ലാംഗ്വേജ്, ഭാഷ, പിന്നെന്താ പറയുന്നത് കൾച്ചർ, സംസ്കാരം, പിന്നെന്താണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഇതൊക്കെ എന്താണ് ഇവരെന്ത് ചെയ്തു? ഡെസ്ട്രോയിഡ്, നശിപ്പിച്ചു. അവരുടെ പരമ്പരാഗതമായിട്ടുള്ള കലകള്, സംസ്കാരം, ഭാഷ, വിദ്യാഭ്യാസം, ഇതൊക്കെ ആര് നശിപ്പിച്ചു? ഈ പുറത്തുനിന്ന് വന്നിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ആരാണോ അവിടെ കോളനി ഉണ്ടാക്കിയിട്ടുള്ളത് അവരെന്ത് ചെയ്തു? ഇതൊക്കെ നശിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഈ 5 എഫക്റ്റ് മനസ്സിലായോ? സമയം എന്തായി? അഞ്ച് എഫക്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. ഇമ്പീരിയലിസം ഡെസ്ട്രോയിഡ് ദെയർ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം ഓഫ് ദ കോളനീസ്. അവരുടെ
പരമ്പരാഗതമായിട്ടുള്ള സാമ്പത്തിക രീതി അല്ലെങ്കിൽ ട്രഡീഷണൽ എക്കണോമിക് സിസ്റ്റം നശിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. പിന്നെ പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വേർ റീപ്ലേസ്ഡ്. അതായത് ഭരണവും അതേപോലെ തന്നെ നിയമവ്യവസ്ഥകളൊക്കെ എന്ത് ചെയ്തു, അവര് മാറ്റിമറിച്ചു. അവരുടെ സൗകര്യത്തിന് ഉതകുന്ന രീതിയിലേക്ക് റീപ്ലേസ് ചെയ്തു. പിന്നെ പറയുന്നത് ഫോഴ്സ്ഡ് ടു കൾട്ടിവേറ്റ് ക്യാഷ് ക്രോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ്. അതായത് അവര് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ നിർബന്ധിതരായി, ഫോഴ്സ് ചെയ്ത് കൃഷി ചെയ്യിപ്പിക്കുന്ന ഒരു അവസ്ഥയായി. അവർ അതുവരെ എന്തായിരുന്നു കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്? ഫുഡ് ക്രോപ്സ് ആയിരുന്നു. ഫുഡ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തവരെ കൊണ്ട് ക്യാഷ് ക്രോപ്സ് നിർബന്ധിച്ച് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യിപ്പിച്ചു. ഇത് ഇമ്പീരിയലിസത്തിന്റെ അഫക്റ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് വർ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും വർദ്ധിച്ചു വന്നു. പിന്നെ പറയുന്നത് നാച്ചുറൽ റിസോഴ്സ് വേർ വൈഡ്ലി എക്സ്പ്ലോയിറ്റഡ്. പ്രകൃതി വിഭവങ്ങൾ അനധികൃതമായിട്ട് ചൂഷണം ചെയ്തു. പിന്നെ പറയുന്നത് ഇൻഡീനിയസ് ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ വേർ ഡെസ്ട്രോയിഡ്. അതായത് അവരുടെ തദ്ദേശീയമായിട്ടുള്ള കലകൾ, സാഹിത്യം, ഭാഷ, സംസ്കാരം, വിദ്യാഭ്യാസം ഇതൊക്കെ എന്ത് ചെയ്തു? നശിക്കുന്ന അവസ്ഥയിലോട്ട് പോയി. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോ ഒന്നുകൂടി ഇന്നടുത്ത കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് വേൾഡ് ഇൻ ദ 20th. സമയമായോ? സമയം എന്തായി? 9:02 ആയല്ലേ? ഓക്കെ, നിങ്ങളൊന്ന് ജസ്റ്റ് ഓർമ്മിക്കുക. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ക്യാപിറ്റലിസം, കോണ്ടന്റ് മാർക്കറ്റ്, കൊളോണൈസേഷൻ, ഇമ്പീരിയലിസം. പിന്നെ ഇമ്പീരിയലിസം എങ്ങനെയാണ് കോളനികളെ ബാധിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. നിർത്തിക്കൂടെ? ഓക്കെ മിസ്, താങ്ക് യു. വെൽക്കം.